നൈജീരിയയിൽ ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുന്നു, സിറിയയിൽ ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുന്നു, ഇംഗ്ലണ്ടിലെ പള്ളികൾ ബാറുകളായി മാറുന്നു, ജർമ്മനിയിലെ തെരുവുകൾ മുസ്ലിംസ് കൈയടക്കുന്നു. ഇങ്ങനെയൊക്കെ പ്രലപിക്കുന്നവരോട് എനിക്ക് പറയുവാനുള്ളത് ഇതാണ്: ഭയപ്പെടാതിരിക്കുക. തീയിൽ കുരുത്തത് വെയിലത്ത് വാടുകയില്ല. ക്രൈസ്തവ സഭ പീഡനത്തിലൂടെയും സഹനത്തിലൂടെയുമാണ് ഇന്ന് മുന്നോട്ട് വന്നിട്ടുള്ളത്. ശിഷ്യന്മാർ യൂതന്മാരെ ഭയന്ന് വാതിലുകളെല്ലാം അടച്ചുപൂട്ടിയാണ് കഴിഞ്ഞിരുന്നത് എന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. ആദ്യകാലങ്ങളിൽ ഒളിവിലാണ് ക്രിസ്ത്യാനികൾ താമസിച്ചിരുന്നത്. റോമിലെ തെരുവുകളിൽ കൂടി നടക്കുവാൻ പോലും അവർക്ക് സാധ്യമായിരുന്നില്ല. അത് കാരണം ഭൂഗർഭ അറകൾ നിർമ്മിച്ച് അവിടെയാണ് അവർ താമസിച്ചിരുന്നത്. ഇന്നും റോമിൽ ഈ കാറ്റക്കോംസ് കാണാനുണ്ട്. 150ഓളം കിലോമീറ്റർ ദീർഘത്തിൽ സാൻ സെബസ്റ്റ്യാനോ, സാൻ ഖലീസ്റ്റോ എന്നിങ്ങനെയുള്ള പേരുകളിൽ 60ഓളം ഭൂഗർഭ അറകൾ ഇന്നും റോമിൽ കാണുന്നുണ്ട്. AD 64 നീരോ ചക്രവർത്തി ഭരണമേൽക്കുമ്പോൾ മുതലാണ് ക്രിസ്ത്യാനികൾക്ക് പീഡനം തുടങ്ങിയത്. ക്രിസ്ത്യാനികളെ കണ്ടാൽ പിടികൂടുകയും പീഡിപ്പിക്കുകയും വധിക്കുകയുമായിരുന്നു അന്നത്തെ രീതി. ഈ പീഡനം 313 വരെ തുടങ്ങി. AD 313 കോൺസ്റ്റന്റൈൻ ചക്രവർത്തി മതസ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചപ്പോഴാണ് ക്രിസ്ത്യാനികളുടെ പീഡനം അവസാനിച്ചത്. ക്രിസ്ത്യാനികളെല്ലാം ഒളിവിൽ കഴിഞ്ഞിരുന്നു എന്ന് പറഞ്ഞ റോം ഇന്ന് കത്തോലിക്ക സഭയുടെ സ്ഥിരാകേന്ദ്രമായി മാറിയില്ലേ? അതിനാൽ ഭയപ്പെടാതിരിക്കും. ദൈവം